വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ ഈസി സ്കേർട്സ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സെക്കൻഡ് സം സൈക്കോളജിയിലെ സെക്കൻഡ് യൂണിറ്റ് ആയിട്ടുള്ള മോട്ടിവേഷനാണ്. ചെറിയ ചാപ്റ്ററാണ്, പക്ഷേ ഒരുപാട് ക്വസ്റ്റ്യൻസ് 2 മാർക്കിനും 4 മാർക്കിനുമായിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ചാപ്റ്ററാണത്. അതിൽ നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ടെന്ന് നോക്കാം. മോട്ടിവേഷൻ്റെ മീനിങ് എന്താ, അതിൻ്റെ ഡെഫിനിഷൻ എന്താണ്, അതിൻ്റെ ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ്സ് എന്താണെന്നുള്ളത്. പിന്നെ ടൈപ്സ് ഓഫ് മോട്ടിവേഷൻ, ഇൻട്രിൻസിക് മോട്ടിവേഷനും എക്സ്ട്രിൻസിക് മോട്ടിവേഷനും. പിന്നെ അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ, അതിൻ്റെ മീനിങ് എന്താ, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താ, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, എങ്ങനെ നമ്മൾ കുട്ടികളിൽ അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത്. അടുത്തത് റോൾ ഓഫ് മോട്ടിവേഷൻ ഇൻ ലേണിംഗ്. അടുത്തത് ക്ലാസ് റൂം മോട്ടിവേറ്റിംഗ് ടെക്നിക്സ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മോട്ടിവേഷൻ്റെ ഡെഫിനിഷനും മീനിങ്ങും, പിന്നെ ടൈപ്സ് ഓഫ് മോട്ടിവേഷൻ, എക്സ്ട്രിൻസിക് എന്താ, ഇൻട്രിൻസിക് എന്താ, അതിൻ്റെ വ്യത്യാസം എന്താണെന്നുള്ളത് ചോദിക്കാം. പിന്നെ അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ 4 മാർക്കിന് ഇതുപോലെ മീനിങ്, ക്യാരക്ടറിസ്റ്റിക്സ്, ഇമ്പോർട്ടൻസ്, എങ്ങനെ നമ്മളത് ഡെവലപ്പ് ചെയ്യാൻ കുട്ടികളിൽ, അങ്ങനെയായിട്ട് ചോദിക്കാം. പിന്നെ നമ്മൾ 4 മാർക്കിന് കണ്ടിട്ടുള്ളത് അല്ലെങ്കിൽ 2 മാർക്കിനൊക്കെ ചോദിച്ചിട്ടുള്ളത് റോൾ ഓഫ് മോട്ടിവേഷൻ ഇൻ ലേണിംഗ് ആണ്. പിന്നെ ക്ലാസ് റൂം മോട്ടിവേറ്റിംഗ് ടെക്നിക്ക് നമുക്ക് സ്വയം എഴുതാവുന്നതേ ഉള്ളൂ. ഇതിൽ ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ്സ്, മോട്ടിവേഷനെ പല സൈക്കോളജിസ്റ്റും പല രീതിയിലായിരിക്കും നോക്കി കണ്ടിട്ടുണ്ടാവുക അല്ലേ, മോട്ടിവേഷൻ എന്നുള്ള കൺസെപ്റ്റിനെ. അപ്പോൾ അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പോൾ അത് വീഡിയോൻ്റെ അവസാനം പറയുന്നതായിരിക്കും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ആദ്യം പറഞ്ഞു പോകാം. അപ്പോൾ മക്കളെ, എന്താണ് നമുക്ക് മോട്ടിവേഷൻ എന്നുള്ളത് നോക്കാം. നിങ്ങളൊരു കാര്യം ചെയ്യാൻ പോവുകയാണ്. ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ അതിൻ്റെ പിറകിൽ അതിലേക്ക് നയിക്കുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും അല്ലേ. അതൊരു പേഴ്സൺ ആയിരിക്കാം, ഒരു വ്യക്തി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഇൻസിഡൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഇവൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു വസ്തുക്കളായിരിക്കാം. എന്താണോ നമ്മൾ ആ ഒരു കാര്യത്തിലേക്ക്, ഒരു ആക്ഷനിലേക്ക് ലീഡ് ചെയ്യുന്നത് എന്താണോ, അതിന് പിന്നിലുള്ള ഫാക്ടറിനെ പറയുന്ന പേരാണ് മോട്ടിവേഷൻ എന്നുള്ളത്. അപ്പോൾ നിങ്ങളിപ്പോൾ എക്സാം എഴുതാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ എക്സാം പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഒരുപാട് മോട്ടീവ്സ് ഉണ്ടായിരിക്കും അല്ലേ. നല്ലൊരു ടീച്ചർ ആവണം, എക്സാം പാസ്സാവണം, എക്സാം ക്വാളിഫൈ ചെയ്താലേ നിങ്ങൾക്ക് കേട്ടിട്ട് എഴുതാൻ പറ്റുള്ളൂ, UPSC എഴുതാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് നമ്മളുടെ ഈ എക്സാം എഴുതണം എന്നതിലേക്ക് നമ്മളെ നയിക്കുന്നുണ്ട് അല്ലേ. ഒരുപാട് മോട്ടീവ്സ് അല്ലേ. അതാണ് മോട്ടിവേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ മോട്ടിവേഷൻ എന്നുള്ളത് ഒരു ലാറ്റിൻ വേർഡായിട്ടുള്ള മോട്ടം എന്നുള്ള വേർഡിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അതിൻ്റെ മീനിങ് മോഷൻ എന്നുള്ളതാണ്. അപ്പോൾ മോട്ടിവേഷൻ എന്നുള്ളത് ലാറ്റിൻ വേർഡായിട്ടുള്ള മോട്ടം എന്ന് പറയുന്ന വേർഡിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അതിൻ്റെ മീനിങ് മോഷൻ എന്നുള്ളതാണ്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് അറൈസിങ് മൂവ്മെൻറ്റ് ഇൻ ദ ഓർഗാനിസം. ഒരു ഓർഗാനിസത്തിൽ പുതിയൊരു തുടക്കം കുറിക്കുന്നത് പ്രോസസ്സ് എന്താണ്, അതാണ് അതിലേക്ക് ലീഡ് ചെയ്യുന്നത് എന്താണോ, അതാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഇനി ഗിൽഫോർഡിനെ സംബന്ധിച്ചിടത്തോളം എ മോട്ടീവ് ഈസ് എ പെർട്ടിക്കുലർ ഇൻറ്റേർണൽ ഫാക്ടർ ഓർ എ കണ്ടീഷൻ ദാറ്റ് ടെൻഡ് ടു ഇനീഷ്യേറ്റ് ആൻഡ് ടു സസ്റ്റെയിൻ ആക്ടിവിറ്റി. മോട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ഇൻറ്റേർണൽ ഫാക്ടറാണ്, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഒരു കണ്ടീഷനാണ്. അത് എന്തിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട്, അത് എന്തിലേക്ക് ടെൻഡ് ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങാനോ ആ ഒരു കാര്യം സസ്റ്റെയിൻ ചെയ്യാനോ ആ ഒരു ആക്ടിവിറ്റി സസ്റ്റെയിൻ ചെയ്യാനോ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നയിക്കുന്നുണ്ട്. അതാണ് മോട്ടീവ് എന്ന് പറയുന്നത് ഗിൽഫോർഡിനെ സംബന്ധിച്ചിടത്തോളം. ഇറ്റ് എക്സ്പ്ലെയിൻസ് ദ വൈ ഓഫ് ദ ബിഹേവിയർ. എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നൽകുന്നതാണ് നമ്മളുടെ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ദർ ക്യാൻ ബി വൺ മോട്ടീവ് ബിഹൈൻഡ് ഡിഫറെൻറ്റ് ആക്ഷന് പിന്നിൽ ഒരു മോട്ടീവ്. എനിക്ക് ജോലി കിട്ടണം എന്നുള്ളതാണ് എൻ്റെ മോട്ടീവ്. അതിൻ്റെ പിന്നിൽ ഒരുപാട് ആക്ഷൻ നമ്മൾ അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ. ആൻഡ് ഡിഫറെൻറ്റ് മോട്ടീവ്സ് ബിഹൈൻഡ് ദ സെയിം ആക്ഷന്. ഒരു ആക്ഷൻ, എക്സാം എഴുതുക എന്നുള്ള ഒരു ആക്ഷന് പിന്നിൽ ഒരുപാട് മോട്ടീവ് ഉണ്ടായിരിക്കും അല്ലേ. നമുക്ക് ആ എക്സാം പാസ്സാവണം, എക്സാം പാസ്സായി കഴിഞ്ഞാൽ മറ്റെന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെ എന്നുള്ള പറയുന്ന ഒരുപാട് മോട്ടീവ്സ് അതിൻ്റെ പിന്നിലുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഡിഫറെൻറ്റ് ആക്ഷന് പിന്നിൽ ഒരു മോട്ടീവും, അതുപോലെ തന്നെ സെയിം ആക്ഷൻ്റെ പിന്നിൽ ഒരുപാട് മോട്ടീവും ഉണ്ടാവാം. അടുത്തത് നമ്മൾ മോട്ടിവേഷൻ്റെ ഡെഫിനേഷനാണ് നോക്കാൻ പോകുന്നത്. മോട്ടിവേഷൻ്റെ ഭാഗത്തുനിന്ന് ഏതൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് കണ്ണും പൂട്ടിയിട്ട് എഴുതാൻ പറ്റും, ഡെഫിനേഷൻ എഴുതാൻ പറ്റും. ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ഡെഫിനേഷനാണ് ഞാൻ എടുത്തിട്ടുള്ളത്, ബാരോണിൻ്റെ. മോട്ടിവേഷൻ ആസ് ആൻ ഇൻറ്റേർണൽ പ്രോസസ് ദാറ്റ് ആക്ടിവേറ്റ്, ഗൈഡ് ആൻഡ് മെയിൻറ്റെയിൻ ബിഹേവിയർ. മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഒരു ഇൻറ്റേർണൽ പ്രോസസ്സാണ്. അത് എന്ത് ചെയ്യും, ആക്ടിവേറ്റ്, ഗൈഡ് ആൻഡ് മെയിൻറ്റെയിൻ ബിഹേവിയർ. നമ്മളുടെ ബിഹേവിയറിനെ ആക്ടിവേറ്റ് ചെയ്യുന്നതും ഗൈഡ് ചെയ്യുന്നതും മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഇൻറ്റേർണൽ പ്രോസസ്സാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡെഫിനേഷൻ എഴുതി കൂടെ, ഇപ്പോൾ തന്നെ പഠിച്ചില്ലേ നിങ്ങൾ ഡെഫിനേഷൻ, ബാരോണിൻ്റെ ഡെഫിനേഷൻ ഒന്ന് പറഞ്ഞു നോക്കിയേ. മോട്ടിവേഷൻ ആസ് ആൻ ഇൻറ്റേർണൽ പ്രോസസ് ദാറ്റ് ആക്ടിവേറ്റ്, ഗൈഡ് ആൻഡ് മെയിൻറ്റെയിൻ ബിഹേവിയർ. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് മോട്ടിവേഷൻ്റെ സൈക്കിളാണ്. അപ്പോൾ ഒന്നുമില്ല മക്കളെ, നിങ്ങൾ ജസ്റ്റ് ഞാൻ പറയുന്ന കാര്യങ്ങളൊന്ന് ഫോളോ ചെയ്യാം.
അപ്പോൾ എക്സാമാണ്. അപ്പോൾ ഒരു മോട്ടിവേഷൻ നമുക്ക് അവിടെ വന്നു. മോട്ടീവ് അവിടെ ക്രിയേറ്റ് ചെയ്തു. എന്താണ് മോട്ടീവ്? പഠിക്കണം, പഠിച്ചാലേ പാസ്സാവുള്ളൂ എന്നുള്ള മോട്ടീവ് അവിടെ വന്നു. അപ്പോൾ പിന്നെ ടെൻഷനായി. എങ്ങനെ പഠിക്കണം, എന്തെടുത്ത് പഠിക്കണം, എങ്ങനെയാണ് ഞാൻ പഠിക്കേണ്ടത് എന്നുള്ളത് ഒരു ടെൻഷൻ വന്നു അല്ലേ? ആ ടെൻഷൻ എന്തിലേക്ക് ലീഡ് ചെയ്തു? ആക്ഷനിലേക്ക്. നിങ്ങൾ എന്ത് ചെയ്തു? ഓരോ ചാപ്റ്ററിൻ്റെയും വീഡിയോസ് ഉണ്ടോ എന്നുള്ളത് സെർച്ച് ചെയ്തു അല്ലേ? അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കിട്ടാനുണ്ടോ നോക്കി. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റ് ചെയ്തിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതാണെന്നുള്ളതൊക്കെ നോക്കി. അതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്തു? ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടി അല്ല? എക്സാം എഴുതിയപ്പോൾ ഞങ്ങൾ ഒരുപാട് വീഡിയോസ് കണ്ടു, അതുപോലെ തന്നെ ഒരുപാട് ക്ലാസ് കേട്ടു, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കി. അപ്പോൾ എക്സാം എഴുതിയപ്പോൾ എനിക്ക് എന്ത് ചെയ്തു? അത് നന്നായിട്ട് എഴുതാൻ പറ്റി, അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റി. അതിലൂടെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടി. അത് വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കും. വീണ്ടും എക്സാം വരില്ലേ, വീണ്ടും ഈ കാര്യങ്ങൾ തുടർന്നുകൊണ്ടിരിക്കില്ലേ? ഇതെന്താണ്? ഒരു മോട്ടിവേഷൻ സൈക്കിളായിട്ട് അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു നീഡ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു മോട്ടീവ് ക്രിയേറ്റ് ചെയ്യപ്പെടും. ആ മോട്ടീവ് ടെൻഷനിലേക്ക് ലീഡ് ചെയ്യും. അതെന്ത് ചെയ്യും? ആക്ഷനിലേക്ക് കാരണമാവും. അത് സാറ്റിസ്ഫാക്ഷനിലോട്ട് ലീഡ് ചെയ്യും. വീണ്ടും ആ സൈക്കിൾ അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഇനി അടുത്തത് ടൈപ്സ് ഓഫ് മോട്ടിവേഷൻ. രണ്ട് തരത്തിലുള്ള മോട്ടിവേഷൻ ആണുള്ളത്. ഇൻട്രിൻസിക് മോട്ടിവേഷൻ അഥവാ നാച്ചുറൽ മോട്ടിവേഷൻ, എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ മോട്ടിവേഷൻ. 2 മാർക്കിന് ചോദിക്കാം, 4 മാർക്കിന് ചോദിക്കാം, എന്താണെന്ന് ചോദിക്കാം, അതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് ചോദിക്കാം. അപ്പോൾ ഇൻട്രിൻസിക് മോട്ടിവേഷൻ ഒന്നുമില്ല മക്കളെ, ആ പേരിൽ തന്നെ ഉണ്ട്. ഇൻട്രിൻസിക് ആയിട്ട് നമ്മളുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവുന്ന മോട്ടിവേഷന്. ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ബി.എഡിന് ചേർന്നു അല്ലേ? അപ്പോൾ ടീച്ചർ ആവണം എന്നുള്ളത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ തോന്നിയിട്ടുള്ള ആഗ്രഹമാണോ? ആണെന്നുണ്ടെങ്കിൽ അത് ഇൻട്രിൻസിക് മോട്ടിവേഷന് എക്സാമ്പിളാണ്. ഇൻട്രിൻസിക് മോട്ടിവേഷൻ റെഫേഴ്സ് ടു ദ ബിഹേവിയർ ദാറ്റ് ഈസ് ഡ്രിവൺ ബൈ ഇൻറ്റേർണൽ റിവാർഡ്സ്. നമ്മളിൽ നിന്ന് തന്നെ ഉണ്ടാവുന്നത്, നമ്മളുടെ ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടാവുന്ന ആഗ്രഹത്തിൽ നിന്നുണ്ടാവുന്നതാണ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്നുള്ളത്. ഇൻ അതർ വേർഡ്സ്, ദ മോട്ടിവേഷൻ ടു എൻഗേജ് ഇൻ എ ബിഹേവിയർ അറൈസസ് ഫ്രം വിത്തിൻ ദ ഇൻഡിവിജ്വൽ ബിക്കോസ് ഇറ്റ് ഈസ് ഇൻട്രിൻസിക്കലി റിവാർഡിങ്. അതിലൂടെ നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യം, ഇൻട്രിൻസിക് മോട്ടിവേഷൻ വഴി നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമുക്ക് നമ്മളുടെ തന്നെ സാറ്റിസ്ഫാക്ഷൻ ആണ് അത് ചെയ്യുന്നത് അല്ലേ? ദ ആക്ടിവിറ്റീസ് ഇൻ ഇറ്റ് സെൽഫ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് അബ്സോർബിങ്. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്, അത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, അതുപോലെ തന്നെ അബ്സോർബിംഗ് ആയിരിക്കും. അടുത്തത്, ഇറ്റ് ഈസ് ഇൻഹെറൻറ്റ് ഇൻ ദ ആക്ടിവിറ്റി ഇറ്റ് സെൽഫ്. നമ്മളുടെ ഉള്ളിൽ നിന്ന് തന്നെ ആഗ്രഹം തോന്നിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇറ്റ് ഈസ് എ ലോങ് ലാസ്റ്റിംഗ് ആൻഡ് റിയലി സാറ്റിസ്ഫൈ. ഇത്തരത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ ഒരുപാട് കാലങ്ങൾ നീണ്ടു നിൽക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഒരു സാറ്റിസ്ഫൈങ് റിസൾട്ട് നമുക്ക് കിട്ടി ഇത്തരത്തിലുള്ള മോട്ടിവേഷൻ വഴി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കേ ഉള്ളൂ. ഇറ്റ് ക്രിയേറ്റ് സ്പോണ്ടേനിയസ് അറ്റൻഷൻ ആൻഡ് ഇൻട്രസ്റ്റ്. അതെന്തായിരിക്കും? സ്പോണ്ടേനിയസ് അറ്റൻഷനും ഇൻട്രസ്റ്റും ക്രിയേറ്റ് ചെയ്യാൻ പ്രാപ്തിയുള്ളതായിരിക്കും ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. 2 എക്സാമ്പിൾസ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, നോ സ്പെഷ്യൽ റിവാർഡ്സ് ഫോർ ദ ഗുഡ് ബിഹേവിയേഴ്സ് ഓർ പണിഷ്മെൻറ്റ് ഫോർ ദ എറേഴ്സ് ആർ നീഡഡ് ടു ടീച്ച് എ boy to ride his new bicycle, a good player playing his game. അതായത് ഒരു നല്ല കളിക്കാരനോട് അവന് കളിക്കണം എന്നുള്ളത് മറ്റുള്ളവർ പറഞ്ഞു കൊടുത്തിട്ട് വേണ്ട, അവന് സ്വന്തം തോന്നിയിട്ട് അവൻ ചെയ്യുമല്ലേ, ഇത് എൻ്റെ ആഗ്രഹമാണ് കളിക്കണം എന്നുള്ളത്, അതുകൊണ്ട് ഞാൻ നന്നായിട്ട് കളിക്കും. അത് അവൻ്റെ ഇൻട്രിൻസിക് മോട്ടിവേഷൻ ഉദാഹരണമാണ്. അതുപോലെ തന്നെ ഒരു ബൈസിക്കിൾ വാങ്ങിക്കൊടുത്ത ഒരു കുട്ടിക്ക് ഒരു ബൈസിക്കിൾ വാങ്ങിക്കൊടുത്തു, അവന് ബൈസിക്കിൾ ഓടിക്കാൻ പഠിക്കണം, അല്ലെങ്കിൽ സൈക്കിൾ ഓടിക്കാൻ പഠിക്കണം എന്ന് അവൻ്റെ ഉള്ളിലാണ് അത് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അവനെന്താണ് പ്രത്യേക ഒരു റിവാർഡൊന്നും കൊടുക്കണം, നീ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിനക്ക് മുട്ടായി വാങ്ങിത്തരാമെന്നോ അങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ അവനെന്തെങ്കിലും ചെറിയ എറേഴ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് പണിഷ്മെൻറ്റ് കൊടുക്കേണ്ട കാര്യമില്ല. കാരണം എന്താ? അവൻ്റെ ആഗ്രഹമാണ് അത് പഠിക്കണം എന്നുള്ളത്. അപ്പോൾ അവിടെ ഒരു റിവാർഡിൻ്റെയോ ഒരു പണിഷ്മെൻറ്റിൻ്റെയോ ആവശ്യം അവിടെ വരുന്നില്ല. അപ്പോൾ എന്തായിരിക്കും എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ? എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ നമുക്ക് ബ്രൗണിൻ്റെ ഒരു ഡെഫിനിഷനിൽ നിന്ന് തന്നെ തുടങ്ങാം. എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ റെഫേഴ്സ് ടു അവർ ടെൻഡൻസി ടു പെർഫോം ആക്ടിവിറ്റീസ് ഫോർ ഓൺ എക്സ്റ്റേണൽ റിവാർഡ്സ് വെദർ ദേ ബി ടാഞ്ചിബിൾ ഓർ സൈക്കോളജിക്കൽ ഇൻ നേച്ചർ. അതായത് ഒരു കാര്യം നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് പുറത്തുനിന്ന് ഒരുപാട് ആളുകൾ നീ ചെയ്യേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു തള്ളൽ വേണമെന്നുണ്ടെങ്കിൽ അത് എക്സ്ട്രിൻസിക് മോട്ടിവേഷന് ഉദാഹരണമാണ്. അതൊരു വ്യക്തിയായിരിക്കാം, ഒരു കൂട്ടം ആളുകളായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻസിഡൻ്റ് ആയിരിക്കാം. എന്ത് കാര്യമാണോ നമ്മൾ അതിലേക്ക് തള്ളിവിടുന്നത് നമ്മളുടെ സ്വയം ഇഷ്ടപ്രകാരം അല്ലാതെ നമ്മൾ എക്സ്റ്റേണലി ഒരു പുഷ് തരികയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു തള്ളൽ തരികയാണെന്നുണ്ടെങ്കിൽ അത് എക്സ്ട്രിൻസിക് മോട്ടിവേഷന് ഉദാഹരണമാണ്. അതുവഴി നമ്മൾ ചിലപ്പോൾ എന്തിനായിരിക്കും ഒരു ടാഞ്ചിബിൾ ആയിട്ടുള്ള മണിക്ക് വേണ്ടിയിട്ട്, ഒരു പൈസയ്ക്ക് വേണ്ടിയിട്ട് നീ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പൈസ തരാം, അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യം കണ്ടായിരിക്കും അല്ലേ? ചിലപ്പോൾ സൈക്കോളജിക്കൽ, അതായത് പ്രൈസ്, നീ ഇത് ചെയ്യുമ്പോൾ നീ നല്ല കുട്ടിയാവും, ആ ഒരു കാര്യം കേൾക്കാൻ
വേണ്ടിയിട്ട്, നീ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യും അല്ലേ. അത് നമ്മളുടെ ഉള്ളിൽ ആഗ്രഹം തോന്നിയിട്ട് ചെയ്യുന്നതല്ല, മറിച്ച് നമ്മൾ റിവാർഡിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അതാണ് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. സം എക്സ്റ്റേണൽ ഇൻഡ്യൂസ്മെൻറ്റ്സ് ഇസ് നീഡഡ് ടു അറോസസ് ഇൻട്രസ്റ്റ് ആൻഡ് എന്തോസിയാസം. ചില കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്റ്റേണൽ ഇൻഡ്യൂസ്മെൻറ്റ് വേണ്ടി വരും. ചില കാര്യങ്ങളോട് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ എന്തോസിയാസം തോന്നണം എന്നുണ്ടെങ്കിൽ ചില എക്സ്റ്റേണൽ ഇൻഡ്യൂസ്മെൻറ്റ് നമുക്ക് ആവശ്യമായിട്ടുണ്ട് അല്ലേ. പിന്നെ ഇൻസെൻറ്റീവ്സ് ആർ ഓൺലി മീൻസ് ടു ദ എൻഡ്സ്, നോട്ട് എൻഡ്സ് ഇൻ ദംസെൽസ്. അതായത് നമ്മൾ ഇൻസെൻറ്റീവിന് വേണ്ടിയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇൻസെൻറ്റീവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ കാര്യം ചെയ്യുന്നത്. അതൊരിക്കലും നമ്മൾ ആ റിസൾട്ട്, അതിൽ നിന്ന് എന്തുണ്ടാവുന്നു അതിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നില്ല, മറിച്ച് ഇൻസെൻറ്റീവിനാണ് നമുക്കതിൽ നിന്ന് കിട്ടുന്ന സമ്മാനം എന്താണോ അതിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നോ ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ടു ദ ടാസ്ക്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു അതിന് നമ്മൾ വലിയ കാര്യമൊന്നും കൊടുക്കുന്നുണ്ടായിരിക്കില്ല, മറിച്ച് നമുക്കതിലൂടെ എന്ത് കിട്ടുന്നത്, അതായത് എന്ത് റിവാർഡാണ് നമുക്കതിൽ നിന്ന് കിട്ടുന്നത് അതിനായിരിക്കും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇപ്പോൾ ടീച്ചിങ് പ്രാക്ടീസ് ഒക്കെ സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ചെയ്യുന്ന ഇൻട്രിൻസിക്കലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ ആ ചെയ്യുന്ന കാര്യത്തിനോടൊന്നും വലിയ ആത്മാർത്ഥതയൊന്നും ഉണ്ടായിരിക്കില്ല, മറിച്ച് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ ആണെന്നുണ്ടെങ്കിൽ അവർ അത്രയും പെർഫെക്ഷനോട് കൂടിയിട്ടായിരിക്കും അത് ചെയ്യുന്നത്. എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ വഴി ചെയ്യുന്ന ആളുകൾ പെർഫെക്ഷൻ ഇല്ലാതെയാണ് ചെയ്യുന്നതല്ല പറഞ്ഞതിൻ്റെ അർത്ഥം, മറിച്ച് എന്താണ്, ആ ഒരു ടാസ്കിനോട് അവർക്കുള്ള കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുമല്ലോ, അത് എക്സ്റ്റേണൽ മോട്ടിവേഷനിൽ ഉണ്ടായിരിക്കില്ല എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, റീഡിങ് ബുക്സ് ടു പാസ് ദ എക്സാമിൻ്റെ സമയമാകുമ്പോൾ പാരൻസ് എന്ത് പറയും, ബുക്ക് എടുക്കുക പഠിക്കുക. അതെന്താണ്, ആ എക്സ്റ്റേണലി നമുക്ക് കിട്ടുന്ന മോട്ടിവേഷനാണ്, അത് എക്സ്ട്രിൻസിക് മോട്ടിവേഷന് ഉദാഹരണമാണ്. അപ്പോൾ ഇൻട്രിൻസിക് മോട്ടിവേഷനും എക്സ്ട്രിൻസിക് മോട്ടിവേഷനും കിട്ടിയോ, അതിൻ്റെ ഡിഫറൻസ് എന്താ? ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഇൻഹറൻ്റ് ആയിട്ട് നമ്മളുടെ ഉള്ളിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ്. എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ പുറത്തുനിന്ന് കിട്ടുന്നതാണ്. ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ BEd തന്നെ എടുക്കാം. ടീച്ചർ ആവണമെന്ന് ഉള്ളിൽ നിന്ന് ആഗ്രഹം തോന്നി വരുന്നവർ, ആ ഒരു ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇൻട്രിൻസിക് മോട്ടിവേഷന് ഉദാഹരണമാണ്. ഇനി ആരെങ്കിലും പുഷ് ചെയ്തിട്ട്, നമ്മളെ പാരൻസോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും പുഷ് ചെയ്തിട്ട് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ അതെന്തിന് ഉദാഹരണമാണ്? എക്സ്ട്രിൻസിക്കിന് ഉദാഹരണമാണ്. അപ്പോൾ രണ്ടിൻ്റെയും ഡിഫറൻസ് എന്താണെന്ന് എഴുതാൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു എക്സാമ്പിൾ എഴുതി വെക്കണേ. പിന്നെ നമുക്ക് പറയാം, ഇൻട്രിൻസിക് മോട്ടിവേഷൻ വഴി ചെയ്യുന്ന കാര്യങ്ങളെ ഒരുപാട് കാലം നീണ്ടു നിൽക്കും. അതിലൂടെ കിട്ടുന്ന കാര്യം ഒരുപാട് കാലം നമ്മളുടെ അതിലൂടെ കിട്ടുന്ന അറിവാണെങ്കിൽ പോലും അത് ഒരുപാട് കാലം നിൽക്കുന്നത് ഇൻട്രിൻസിക് മോട്ടിവേഷനിലൂടെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. എക്സ്ട്രിൻസിക് മോട്ടിവേഷനിലൂടെ ചെയ്യുന്ന കാര്യങ്ങൾ ഒരുപാട് കാലം നീണ്ടു നിൽക്കില്ല. ഇൻട്രിൻസിക് മോട്ടിവേഷൻ വഴി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളോട് നമുക്കൊരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും, അതുമായി ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും, ആ ഒരു ടാസ്കിനോട് നമുക്ക് നമ്മളുടേതായിട്ടുള്ളൊരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരിക്കും. മറിച്ച് എക്സ്ട്രിൻസിക് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരിക്കില്ല. ഇൻട്രിൻസിക് മോട്ടിവേഷൻ വഴി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, നമുക്ക് സെൽഫ് സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ എക്സ്ട്രിൻസിക് മോട്ടിവേഷനിലാണെന്നുണ്ടെങ്കിലോ അവിടെ ഇൻസെൻറ്റീവിന് വേണ്ടിയിട്ടാണ് നമ്മളത് ആ ഒരു കാര്യം ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ. അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ 4 മാർക്കിന് ചോദിക്കാറുള്ളതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്താണ് ഈ അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ എന്നുള്ളതാണ്. മക്കളെ, നിങ്ങളിപ്പോൾ BEd ചേർന്നു, എന്തായി, BEd പാസ്സായി, ടീച്ചറായി. അവിടെ നിങ്ങളുടെ ആഗ്രഹം നിൽക്കുന്നില്ല. നിങ്ങൾക്ക് എന്തായിരിക്കണം, ഒരു സ്കൂളിൽ കയറണം, അവിടെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ട് അവിടുത്തെ ബെസ്റ്റ് ടീച്ചറായിരിക്കണം, പിന്നെ എന്താ മാതൃകാ ടീച്ചർക്കുള്ള അവാർഡൊക്കെ കിട്ടണം. അങ്ങനെ എന്താണ് നമ്മളുടെ ആഗ്രഹങ്ങൾ നിൽക്കുന്നില്ല അല്ലേ, സക്സസ്സിലോട്ട് അല്ലെങ്കിൽ നമ്മളുടെ ഒരു അത്രയും സാറ്റിസ്ഫാക്ഷനിലോട്ട്, അത്രയും ആ എൻഡിലോട്ട് എത്താൻ വേണ്ടിയിട്ട് നമുക്കൊരു മോട്ടിവേഷൻ കിട്ടിക്കൊണ്ടേയിരിക്കും അല്ലേ. അതാണ് നമ്മളുടെ ഹ്യൂമൻ്റെ നേച്ചർ, എല്ലാവരുടെയും നേച്ചർ അങ്ങനെയാണ്. അങ്ങറ്റം വരെ എത്തുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു ഘട്ടം കഴിഞ്ഞ് അടുത്ത ഘട്ടം, അതങ്ങനെ തുടർന്നുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് നമ്മളുടെ ഓരോരുത്തരുടെയും സക്സസ്സിന് വേണ്ടിയിട്ടുള്ള നമ്മളുടെ ഒരു ത്വര എന്ന് പറയാം. അതാണ് ഈ അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ. എല്ലാവരിലും ഉണ്ടാവും അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ വിച്ച് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ആൻ ഇൻഡിവിജ്വൽസ് നീഡ്സ് ടു മീറ്റ് റിയലിസ്റ്റിക് ഗോൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ റിസീവ് ഫീഡ്ബാക്ക് ആൻഡ് എക്സ്പീരിയൻസ് എ സെൻസ് ഓഫ് അക്കംപ്ലിഷ്മെൻറ്റ്. നമ്മൾ എന്ത് കാര്യമാണോ നമ്മൾ ആഗ്രഹിച്ചത് ആ കാര്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മളുടെ ഉണ്ടാവുന്ന ഒരു കാര്യം ഉണ്ടാവുന്ന ഒരു മോട്ടിവേഷൻ ഉണ്ടാവുമല്ലോ, അതാണ് അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാവുന്ന മോട്ടിവേഷനാണ് അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ. ഇറ്റ് മേ ബി ഡിഫൈൻഡ് ആസ് ദ എനർജൈസേഷൻ ആൻഡ് ഡയറക്ഷൻ ഓഫ് ദ കോമ്പറ്റൻസ്, റെലവൻറ്റ് behavior, or why and how people strive towards this competence
സക്സസ് ആൻഡ് എവേ ഫ്രം ദ ഇൻകോമ്പിറ്റൻസ് ഫെയിലിയർ. അതായത് മറ്റുള്ളവരെ എന്താ പറയുക, തോൽപ്പിച്ചിട്ട് നമുക്ക് മുന്നേറണം എന്നുള്ളതല്ല ഇതിൻ്റെ അർത്ഥം. മറിച്ച് നമ്മൾ മെച്ചപ്പെടുത്തണം എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ മൈക്രോ ടീച്ചിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് സ്കിൽ ഓഫ് ഇൻട്രൊഡ്യൂസിങ് നമ്മളെക്കാളും മെച്ചമായിട്ട് ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ടീച്ചർ റീടീച്ച് എന്ന് പറയുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അടുത്ത തവണ വീണ്ടും മെച്ചപ്പെടുത്താൻ ശ്രമിക്കും അല്ലേ. കോമ്പറ്റീഷനേക്കാളും അവിടെ എന്താ, നമ്മൾ മെച്ചപ്പെടുത്തുക എന്നുള്ളതിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നമ്മൾ അച്ചീവ് ചെയ്യുക എന്നുള്ളതിനാണ് അവിടെ ഇമ്പോർട്ടൻസ് വരുന്നുള്ളൂ. ഇനി അടുത്തത് എന്തൊക്കെയാണ് ഈ അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്നുള്ളതാണ്. അണ്ടർടേക്കിംഗ് ഇന്നോവേറ്റീവ് ആൻഡ് എൻഗേജിങ് ടാസ്ക്. അതായത് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനും അതുപോലെ പുതിയ പുതിയ ടാസ്കുകൾ ഏറ്റെടുക്കാനും ഒക്കെ താല്പര്യം ഉണ്ടാവും. നീഡ് ഫോർ ദ പ്രിസൈസ് ഗോൾ സെറ്റിംഗ്. അത്തരത്തിലുള്ള ആളുകൾ എന്ത് ചെയ്യും, അവരുടേതായിട്ടുള്ള ഗോളൊക്കെ സെറ്റ് ചെയ്യും. ദ ടെൻഡ് ടു ബി മോർ ഫ്യൂച്ചർ ഓറിയൻറ്റഡ്. ഇത് പ്രസൻറ്റിൽ മാത്രമല്ല, ഒരു ഫ്യൂച്ചറിൽ എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിനായിരിക്കും അവർ കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. അപ്രിഷിയേറ്റ് അക്കംപ്ലിഷ്മെൻറ്റ് റാദർ ദാൻ ദ റിവാർഡ്, ടാഞ്ചിബിൾ ഓർ ഇൻടാഞ്ചിബിൾ. അവർക്ക് അവരുടെ അക്കംപ്ലിഷ്മെൻറ്റിൽ അപ്രിസിയേഷനാണ് അവർക്ക് ആവശ്യമായിട്ടുള്ളത്. റിവാർഡ്സിനേക്കാളും അപ്രിസിയേഷനാണ് അവർക്ക് ആവശ്യമായിട്ടുള്ളത്. prefers working alone to group works, demands regular feedback from the superiors-ൽ നിന്ന് റെഗുലർ ഫീഡ്ബാക്ക് അവർക്ക് ആവശ്യമായിട്ടുണ്ടായിരിക്കും. കാൽക്കുലേറ്റ് ദ റിസ്ക് ഓഫ് ദ ടാസ്ക് ബിഫോർ ഹാൻഡ്. അവർ ടാസ്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് അവർ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഹാവ് എ സ്ട്രോങ് മൈൻഡ് സെറ്റിംഗ്സ് ടു അക്കംപ്ലിഷ് ദ ഗിവൺ ടാസ്ക്. ആ തന്നിട്ടുള്ള ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രോങ് മൈൻഡ് അവർ സെറ്റ് ചെയ്തിരിക്കും. എന്തെങ്കിലും ഒരു പ്രശ്നം, ഒരു ഒബ്സ്റ്റക്കിൾ വന്നു കഴിഞ്ഞാൽ അതവിടെ ഡ്രോപ്പ് ചെയ്ത് പോവുക എന്നുള്ളതല്ല, അവർക്ക് അത് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ് അവരുടെ എക്സലൻസ് അല്ലെങ്കിൽ സക്സസ്, അതിലോട്ട് എത്തണം എന്നുള്ളതാണ് അവരുടെ എയിം എന്ന് പറയുന്നത്. ബിലീവ് ഇൻ എക്സലൻസ്, ഹൈ പെർഫോമൻസ്. ഇത്രയാണ് അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി എന്തൊക്കെയാണ് അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ്റെ ഇമ്പോർട്ടൻസ്? ആ ക്യാരക്ടറിസ്റ്റിക്സ് തന്നെ നമുക്ക് ഇമ്പോർട്ടൻസ് ആയിട്ട് എഴുതാം. ഇറ്റ് വിൽ ഹെൽപ്പ് ടു മോഡറേറ്റ് റിസ്ക് പ്രോസ്പെറിറ്റി. അപ്പോൾ എന്തെങ്കിലും ഒരു റിസ്ക് ഫാക്ടർ വന്നു കഴിഞ്ഞാൽ അവിടെ നിർത്തി പോകുക എന്നുള്ളതല്ല, അതിനെ ഓവർകം ചെയ്തിട്ട് നമ്മളത് ചെയ്യാനുള്ള ഒരു ഇത് അച്ചീവ്മെൻറ്റ് മോട്ടിവേഷനിലൂടെ നമുക്ക് കിട്ടും. ഇറ്റ് അണ്ടർടേക്ക് ഇന്നോവേറ്റീവ് ആൻഡ് എൻഗേജിങ് ടാസ്ക്. ഇറ്റ് എൻഹാൻസസ് ഇൻറ്റേർണൽ ലോക്കസ് ഓഫ് കൺട്രോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റി ഫോർ ദെയർ ഓൺ ഡിസിഷൻ ആൻഡ് ബിഹേവിയർ. അവരുടെ ഡിസിഷനോടും അവരുടെ ബിഹേവിയറിനോടും അവർക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കും. നീഡ് ഫോർ ദ പ്രിസൈസ് ഗോൾ സെറ്റിംഗ് ഓഫ് ദ സ്റ്റുഡൻസ്. അവരൊരു ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളൊരു ആവശ്യം അവിടെ വരുന്നുണ്ട്. ഇറ്റ് ഹെൽപ്സ് ടു പ്രെഡിക്റ്റ് ദ സ്റ്റുഡൻസ് ഫ്യൂച്ചർ സക്സസ് ഓർ ഫെയിലിയർ. ത്രൂ ദ പ്രഡിക്ഷൻ ഓഫ് ഫെയിലിയർ ടീച്ചർ ക്യാൻ ഗിവ് സ്പെഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാംസ് ഫോർ ദ അച്ചീവ്മെൻറ്റ്. ഫെയിലിയർ ഉണ്ടാവുമെന്നുണ്ടെങ്കിൽ എന്താണ്, ടീച്ചേഴ്സിന് അവർക്ക് ആവശ്യമായിട്ടുള്ള സ്പെഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാംസ് ഒക്കെ കൊടുക്കാൻ പറ്റും. ഇനി എങ്ങനെയാണ് ഈ അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ കുട്ടികളെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ദ ഹോം, സ്കൂൾ, സൊസൈറ്റി പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ. കുട്ടികളുടെ അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ ഉണ്ടാക്കിയെടുക്കുന്നതിന് സ്കൂളിനും നമ്മളുടെ വീടിനും അതുപോലെ തന്നെ നമ്മളുടെ സമൂഹത്തിനും ഒരേപോലെ പങ്കിട്ട്. ഏർലി ട്രെയിനിങ് അറ്റ് ദ ഹോം, പാരൻ്റൽ എക്സ്പെക്ടേഷൻ, ഗൈഡൻസ് റിസീവ്ഡ്, എക്സെട്ര. സോഷ്യൽ ഫിലോസഫി ഓഫ് സൊസൈറ്റി. Every society follows certain rules and regulations. Story of great men and their achievements. Proper environmental in classroom. Teacher attitude towards the students. Opportunity to take an independent responsibility. ഇതെല്ലാം എന്താണ്, കുട്ടികളിലെ അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ ഡെവലപ്പ് ചെയ്യുന്നതിലേക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി 4 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള വേറൊരു ഭാഗമാണ് ഇത്. റോൾ ഓഫ് മോട്ടിവേഷൻ ഇൻ ലേണിങ്ങിൽ മോട്ടിവേഷൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളതാണ്. കണ്ടും പൂട്ടി എല്ലാവർക്കും എഴുതി കൂടെ, കുറേ വാരി വലിച്ച് എഴുതുന്നതിനേക്കാളും നല്ലത് പോയിന്റ് വൈസ് എഴുതുന്നതായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റ് എല്ലാം നിങ്ങളുടെ ഉത്തരത്തിലുണ്ടായിരിക്കണം. മോട്ടിവേഷൻ ഓക്യുപ്പൈസ് എ സെൻട്രൽ പൊസിഷൻ ഇൻ ദ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ്. ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് മോട്ടിവേഷന് വളരെ പ്രാധാന്യം ഉണ്ട് അല്ലേ. അതായത് ഒരു മോട്ടിവേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് സുഖകരമായിട്ട് നടത്താൻ പറ്റുമോ? ഇല്ല. ദ ഫണ്ടമെൻ്റൽ എയിം ഓഫ് ദ മോട്ടിവേഷൻ ഈസ് ടു സ്റ്റിമുലേറ്റ് ആൻഡ് ടു ഫെസിലിറ്റേറ്റ് ലേണിംഗ് ആക്ടിവിറ്റി. മോട്ടിവേഷൻ്റെ ഫണ്ടമെൻ്റൽ എലമെൻ്റ് എന്ന് പറയുന്നത് എന്താണ്? നല്ല രീതിയിലുള്ള ടീച്ചിങ് ലേണിംഗ് ആക്ടിവിറ്റീസ് നടക്കുക എന്നുള്ളതാണ്. ഇനി ചില പോയിന്റ്സ് പറഞ്ഞുതരാം. മോട്ടിവേഷൻ ഈസ് ഹാർട്ട് ഓഫ് ലേണിംഗ്. ലേണിങ്ങിൻ്റെ ഹാർട്ടാണ്
മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ലേണിംഗ് നടക്കണം എന്നുണ്ടെങ്കിൽ അവിടെ മോട്ടിവേഷൻ കൂടിയേ തീരും. മോട്ടിവേറ്റിംഗ് ദ സ്റ്റുഡൻസ് ഇസ് എസെൻഷ്യൽ ടു മേക്ക് ക്ലാസ് റൂം ഇൻസ്ട്രക്ഷൻ എഫക്റ്റീവ്. ക്ലാസ് റൂം ഇൻസ്ട്രക്ഷൻ എഫക്റ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് മോട്ടിവേഷൻ ആവശ്യമാണ്. ലേണിംഗ് ബിക്കം എഫക്റ്റീവ് ആൻഡ് പ്ലസൻറ്റ് ഓൺലി വെൻ ദ ചിൽഡ്രൻസ് ആർ മോട്ടിവേറ്റഡ്. കുട്ടികൾ മോട്ടിവേറ്റ് ആയാൽ മാത്രമേ എന്താവുള്ളൂ, ലേണിംഗ് എന്ന് പറയുന്നത് എഫക്റ്റീവ് ആവുള്ളൂ, അതുപോലെ തന്നെ പ്ലസൻറ്റ് ആവുള്ളൂ. മോട്ടിവേഷൻ എൻകറേജ് ദ പാർട്ടിസിപ്പേഷൻ ഓഫ് ദ ലേണർ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒരു മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അവരിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുള്ളൂ അല്ലേ. അടുത്തത് മോട്ടിവേഷൻ ഓഫ് ദ ലേണിംഗ് ആക്ടിവിറ്റീസ് help the people to concentrate on what he is doing and thereby to gain satisfaction. അപ്പോൾ നമ്മൾ ഒരു ആക്ടിവിറ്റി, ഇത് പറഞ്ഞ പോലെ തന്നെ ഒരു ആക്ടിവിറ്റി, ലേണിംഗ് ആക്ടിവിറ്റി കൊടുത്തു, അതിൽ അവർ കോൺസെൻട്രേഷനോട് കൂടിയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ആക്ട് അല്ലെങ്കിൽ അവരുടെ ആ വർക്ക് കോൺസെൻട്രേഷനോട് കൂടി ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് എന്താണ്, ഒരു മോട്ടിവേഷൻ ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അവർ ആ കോൺസെൻട്രേഷനോട് കൂടി ചെയ്താൽ മാത്രമല്ലേ ഒരു സാറ്റിസ്ഫാക്ടറി റിസൾട്ട് കിട്ടുള്ളൂ അല്ലേ. അടുത്തത് കണ്ടിന്യൂസ് മോട്ടിവേഷൻ ഈസ് നീഡഡ് ടു ഹെൽപ്പ് ലേണേഴ്സ് കോൺസെൻട്രേറ്റ് ഓൺ ദ ലെസൺ ടു ബി ലേൺഡ്. അവർ പഠിക്കുന്ന ലെസൺ കോൺസെൻട്രേഷനിലോട് കൂടി പഠിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് എന്താണ്, ഒരു കണ്ടിന്യൂസ് മോട്ടിവേഷൻ ആവശ്യമാണ്. ഇന്ന് പഠിച്ച കാര്യം ഇന്ന് തന്നെ പഠിച്ചിട്ട് വരണം, നാളെ എന്താണ് ക്വസ്റ്റ്യൻ ചോദിക്കും, അടി കിട്ടും. അടുത്തത് ഇൻ ദ ആബ്സെൻസ് ഓഫ് മോട്ടിവേഷൻ ദർ വിൽ ബി എയ്തർ നോ ലേണിംഗ് ഓർ വെരി ലിറ്റിൽ ലേണിംഗ്. മോട്ടിവേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ പഠനം നടക്കില്ല, അല്ലെങ്കിൽ കുറച്ച് പഠനം മാത്രമേ നടക്കുന്നുള്ളൂ. സഫിഷ്യൻറ്റ് മോട്ടിവേഷൻ വിൽ ബി റിലീസ് എനർജി ഫോർ ദ കണ്ടിന്യൂഷൻ ഓഫ് ദ പ്രോസസ് ഓഫ് ലേണിംഗ്. ആ ഒരു ലേണിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ, അതിനുള്ള ഊർജ്ജം കിട്ടണമെന്നുണ്ടെങ്കിൽ സഫിഷ്യൻറ്റ് മോട്ടിവേഷൻ ആവശ്യമാണ്. മോട്ടിവേഷൻ ലീഡ്സ് ടു ഇൻക്രീസ്ഡ് എഫേർട്ട് ആൻഡ് എനർജി. മോട്ടിവേഷൻ ഇൻക്രീസസ് ദ ഇനീസിയേഷൻ ആൻഡ് പെർസിസ്റ്റൻറ്റ് ഓഫ് ആക്ടിവിറ്റീസ്. ഒരു ആക്ടിവിറ്റി തുടങ്ങണമെന്നുണ്ടെങ്കിലും അത് നിലനിർത്തണം എന്നുണ്ടെങ്കിൽ മോട്ടിവേഷൻ ആവശ്യമാണ്. എ ഗുഡ് ടീച്ചർ ട്രൈസ് ടു അറൗസ് മോട്ടിവേഷൻ ഇൻ ദ സ്റ്റുഡൻസ് ബിഫോർ ഹി ബിഗിൻസ് ദ ലെസൺ. ഒരു കാര്യം തുടങ്ങുന്നതിന് മുമ്പ്, ഒരു ലെസൺ തുടങ്ങുന്നതിന് മുമ്പ്, ഒരു കാര്യം പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് ടീച്ചർ എന്ത് ചെയ്യണം, കുട്ടികളിൽ ഒരു മോട്ടിവേഷൻ ഉണ്ടാക്കിയെടുക്കണം. ഇറ്റ് അറൗസസ് സസ്റ്റെയിൻ ഡയറക്റ്റ് ആൻഡ് ഡിറ്റർമിൻ ദ ഇൻറ്റൻസിറ്റി ഓഫ് ലേണിംഗ്. ഇനി അടുത്തത് ക്ലാസ് റൂം മോട്ടിവേഷൻ ടെക്നിക്സസ്. എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ക്ലാസ് റൂമിൽ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് കുട്ടികളുടെ മോട്ടിവേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. സെറ്റിംഗ് അപ്പ് എ ഗോൾ. ഒരു ഗോൾ ഉണ്ടാക്കിയെടുക്കുക കുട്ടികളുടെ ഇടയിൽ. മെയിൻറ്റെയിനിങ് എ പ്ലസൻറ്റ് അറ്റ്മോസ്ഫിയർ. കുട്ടികൾക്ക് അനുയോജ്യമായിട്ടുള്ളൊരു പ്ലസൻറ്റ് അറ്റ്മോസ്ഫിയർ മെയിൻറ്റെയിൻ ചെയ്യുക. ലിങ്കിങ് ദ ന്യൂ ലേണിംഗ് വിത്ത് പാസ്റ്റ് എക്സ്പീരിയൻസ്. പുതിയൊരു അറിവ് പഴയൊരു അറിവുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുക. എന്നാലല്ലേ അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ആദ്യം ഒരു പുതിയ അറിവ് അങ്ങോട്ട് കുട്ടികളിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് പഠിക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ പഴയ അറിവുമായിട്ട് അത് ലിങ്ക് ചെയ്ത് പഠിപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവർക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. അഡോപ്റ്റിംഗ് എഫക്റ്റീവ് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്. എഫക്റ്റീവ് മെത്തേഡ്സ് എന്ത് ചെയ്യുക, ടീച്ചിങ്ങിന് വേണ്ടിയിട്ട് എഫക്റ്റീവ് മെത്തേഡ്സ് അഡോപ്റ്റ് ചെയ്യുക. യൂസിങ് അപ്രോപ്രിയേറ്റ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് യൂസ് ചെയ്യുക. പ്രൊവൈഡിങ് ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് ഓഫ് അച്ചീവ്മെൻറ്റ്. അവരുടെ അച്ചീവ്മെൻറ്റിൽ ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് കൊടുക്കുക. ഇപ്പോൾ ഒരു കുട്ടി നല്ലൊരു കാര്യം ചെയ്തതിന് ശേഷം കുറേ വർഷങ്ങൾക്ക് ശേഷം നീ അന്ന് ചെയ്തത് നന്നായിരുന്നു, നല്ല വൃത്തിയിൽ ചെയ്തിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇമ്മീഡിയറ്റ് ആയിട്ട് അവരുടെ അച്ചീവ്മെൻറ്റിന് ഫീഡ്ബാക്ക് കൊടുക്കുക. അപ്പോഴേ അവർക്കൊരു മോട്ടിവേഷൻ ഉണ്ടാവുകയുള്ളൂ. അടുത്തത് പ്രൈസ് ആൻഡ് ബ്ലെയിം. ആവശ്യമുള്ളിടത്ത് പ്രൈസ് കൊടുക്കുക, ആവശ്യമുള്ളിടത്ത് ബ്ലെയിം ചെയ്യുക. റിവാർഡ് ആൻഡ് പണിഷ്മെൻറ്റ്. പ്രൊമോട്ടിങ് കോമ്പറ്റീഷൻ ആൻഡ് കോപ്പറേഷനും ഹെൽത്തി കോപ്പറേഷനും എന്ത് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യാം. പ്രൊമോട്ടിങ് ഈഗോ ഇൻവോൾവ്മെൻറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ക്ലാസ് റൂം മോട്ടിവേഷൻ ടെക്നിക്സ് ആയിട്ട് പറയാനുള്ളത്. ഇനി ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ്സ് ആണ്. ഈ ഒരു കൺസെപ്റ്റ് മോട്ടിവേഷൻ എന്നുള്ള കൺസെപ്റ്റ് ഓരോ സൈക്കോളജിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പെർസ്പെക്റ്റീവ്സിൽ എന്താണ് മോട്ടിവേഷൻ എന്നുള്ളതാണ് പറയുന്നത്. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, നമുക്കൊന്ന് ഓടിച്ച് പറഞ്ഞു നോക്കാം. ദ കൺസെപ്റ്റ് ഓഫ് ദ മോട്ടിവേഷൻ ക്യാൻ ബി ട്രേസ്ഡ് ഫ്രം ദ ആൻഷ്യൻ ഗ്രീക്ക്, സോക്രട്ടീസ്, പ്ലാറ്റോ ആൻഡ് അരിസ്റ്റോട്ടിൽ ഏജസ്. അരിസ്റ്റോട്ടലിൻ്റെയും പ്ലാറ്റോൻ്റെയും സോക്രട്ടീസിൻ്റെ കാലത്താണ് ഈ ഒരു കൺസെപ്റ്റ് ഉൾത്തിരിഞ്ഞു വരുന്നത്. പ്ലാറ്റോനെ സംബന്ധിച്ചിടത്തോളം ദ ഡിസയർ ഫോർ ദ ട്രൂത്ത്, ക്യൂരിയോസിറ്റി ഈസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് മോട്ടിവേഷൻ ഇൻ ലൈഫ് ആൻഡ് വിസ്ഡം ഈസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഇൻട്രൻസിക് ജോയ്. സത്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹം അല്ലെങ്കിൽ സത്യത്തിന് വേണ്ടിയിട്ടുള്ളൊരു ക്യൂരിയോസിറ്റി എന്നുള്ളതാണ് നമ്മളുടെ ലൈഫിൻ്റെ ഗ്രേറ്റസ്റ്റ് മോട്ടിവേഷനായിട്ട് പ്ലാറ്റോ കരുതപ്പെടുന്നത്. അതുപോലെ തന്നെ ഇൻട്രൻസിക് ജോയ് ആയിട്ട് കരുതപ്പെടുന്നത് വിസ്ഡത്തിനെയാണ്. എന്നാൽ സിഗ്മണ്ട് ഫ്രോയിഡ് ആണെങ്കിൽ പുട്ട് ഫോർത്ത് എ വെരി ഡിഫറെൻറ്റ് വ്യൂ ഓഫ് ഹ്യൂമൻ മോട്ടിവേഷൻ ഒരു ഡിഫറെൻറ്റ് വ്യൂ ആണ് സിഗ്മണ്ട് ഫ്രോയിഡ് തരുന്നത്. ഹി സൈഡ് ദാറ്റ് ഫ്രം ക്രാഡിൽ ടു ടോം, നമ്മൾ ജനനം മുതൽ മരണം വരെ എന്താണ്, വാട്ട് പീപ്പിൾ വാണ്ട് ഇസ് സെക്സ് ആൻഡ് മോർ സെക്സ് ഇതാണ് അദ്ദേഹം പറയുന്നത്. ലേറ്റർ ഹി മോഡിഫൈ ഹിസ് ഐഡിയാസ് ടു സേ ദാറ്റ് ബോത്ത് സെക്സ് ആൻഡ് അഗ്രഷൻ ഡ്രൈവ് അവർ
നമ്മളുടെ ബിഹേവിയർ ഉണ്ടാക്കുന്നത് സെക്സിനോടൊപ്പം തന്നെ ഒരു അഗ്രഷനും കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു അഗ്രഷനുമാണ് നമ്മളുടെ ബിഹേവിയറിലോട്ട് നയിക്കുന്നത് എന്നുള്ളതാണ് സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത്. മെനി സൈക്കോളജിസ്റ്റ് ഹൂ വർ കണ്ടംപററീസ് ഓഫ് ഫ്രോയിഡ് ഓർ ഹൂ കെയിം after him embraced much of what Freud said but differs with him on the importance of the sexual motivation. അതിനുശേഷം വന്നിട്ടുള്ള ഒരുപാട് സൈക്കോളജിസ്റ്റ് സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ ഈ ഒരു വ്യൂവിനോട് ഒത്തുചേർന്ന് പോകുന്നവരുണ്ട്. പക്ഷേ ഈ അദ്ദേഹത്തിൻ്റെ ഒരു സെക്ഷൽ മോട്ടിവേഷൻ അതിൻ്റെ ഇമ്പോർട്ടൻസിൽ ഒരുപാട് എന്താ പറയുക ചേരാത്ത കാര്യങ്ങളും അവരെന്ത് ചെയ്യുന്നുണ്ട്, പോയിൻ്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. ആൽഫ്രഡ് അഡ്ലർ പറയുന്നത് റോട്ട് അബൌട്ട് ദ ഡിസയേഴ്സ് ഫോർ ദ സുപ്പീരിയോറിറ്റി ആൻഡ് പവർ അതുപോലെ തന്നെ സുപ്പീരിയോറിറ്റി, അതാണ് നമ്മളുടെ മോട്ടിവേഷൻ ഡ്രൈവ് ചെയ്യുന്നത് എന്നുള്ളതാണ്, അല്ലെങ്കിൽ നമ്മളുടെ ഡിസയർ എന്ന് പറയുന്നത് അതാണ്. അടുത്തത് കാൾ ജങ് തോട്ട് ദാറ്റ് ദ വിൽ ടു ലീവ് എ ജനറൽ ലൈഫ് ഫോഴ്സ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഹ്യൂമൻ ബിഹേവിയേഴ്സ്. അപ്പോൾ ജീവിക്കണം എന്നുള്ളൊരു വിൽ ആണ് നമ്മളെ ഏറ്റവും വലിയ ഹ്യൂമൻ മോട്ടിവേറ്റർ എന്ന് പറയുന്നത്. ഇനി ക്ലാർക്ക് ഹള്ളും അതുപോലെ തന്നെ കെന്നത്ത് സ്പെൻസറും പറയുന്നത് ഡെവലപ്പ് ആൻ ഇൻഫ്ലുവൻഷ്യൽ മോഡൽ ഓഫ് ബിഹേവിയർ ആൻഡ് ഡിസ്കസ്ഡ് ഹ്യൂമൻ മോട്ടീവ്സ് ഇൻ ടേംസ് ഓഫ് എ സീരീസ് ഓഫ് ലേൺഡ് ആൻഡ് അൺലേൺഡ് ഡ്രൈവ്സ്. അതുപോലെ തന്നെ അൺലേൺഡ് ഡ്രൈവ്സിനെ കുറിച്ചാണ് ഇവർ പറയുന്നത്. അതായത് ഡ്രൈവ് ടു ഈറ്റ് വെൻ ഹംഗ്രി, വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുക. അതുപോലെ തന്നെ ഡ്രൈവ് ടു എസ്കേപ്പ് ഫ്രം ആൻസൈറ്റിയിൽ നിന്ന് എസ്കേപ്പ് ചെയ്യുക. ഇതൊക്കെ എന്താണ്, ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്ലാർക്ക് ഹള്ളും അതുപോലെ തന്നെ കെന്നത്ത് സ്പെൻസറും അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ അതാണ് മോട്ടിവേഷൻ അല്ലെങ്കിൽ ഡിസയർ എന്നുള്ളതാണ് അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുന്നത്. ഇനി എറിക് എറിക്സൺ ഡെവലപ്ഡ് എ തിയറി ഓഫ് ഈഗോ ഡെവലപ്മെൻറ്റ് ഓർ വാട്ട് മൈറ്റ് ബി ലൂസ് കാൾഡ് എ ഡിസയർ ഫോർ ഹ്യൂമൻ ഗ്രോത്ത്, വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്. വേരിയസ് സ്കൂൾസ് ഓഫ് ബിഹേവിയറിസം have expressed a different view on the question of what motives people. അതായത് ചില ബിഹേവിയറിസ്റ്റുകൾ ഇനി എന്തൊക്കെയാണ് പറയുന്നത് നമുക്ക് നോക്കാം. കാൾ റോജേഴ്സ് സെയ്ഡ് ദാറ്റ് പീപ്പിൾ ആർ ഡ്രിവൺ മോർ ഓർ ലെസ് ബൈ 2 ഡിസയേഴ്സ്. മനുഷ്യൻ എന്താണ്, 2 ഡിസയേഴ്സ് ആണുള്ളത്. ഒന്ന് സെൽഫ് ആക്ച്വലൈസേഷൻ, അതുപോലെ തന്നെ സെൽഫ് അക്സെപ്റ്റൻസ്. ഇനി ബി എസ് സ്കിന്നർ പറയുന്നത് അനദർ ലീഡിംഗ് ബിഹേവിയറിസ്റ്റ് ഏർജ്ഡ് സൈക്കോളജിസ്റ്റ് ടു പേ ലിറ്റിൽ അറ്റൻഷൻ ടു ഫൈൻഡിങ് ദ ബേസിക് മോട്ടീവ്സ് ദാറ്റ് ഗൈഡ് അവർ ലൈഫ്സ്. ഹി ബിലീവ്ഡ് ദാറ്റ് ഓൾ മോട്ടീവ്സ്, തോട്ട്സ് ആൻഡ് ഫീലിങ്സ് ആർ പ്രൈവറ്റ്. നമ്മളുടെ എല്ലാ മോട്ടീവ്സും എല്ലാ തോട്ട്സും എല്ലാ ഫീലിങ്സും നമ്മളുടെ പ്ലഷറോ പെയിനോ എന്താണെന്നുണ്ടെങ്കിലും അത് പ്രൈവറ്റ് ആണെന്നുള്ളതാണ് ബി എസ് സ്കിന്നർ പറയുന്നത്. ഇനി ജെയിംസ് ആൻഡ് എം സി ഡോഗൽ പറയുന്നത് എന്താ വെച്ചാൽ ദ first influential psychologist to develop a comprehensive theory of basic human desires. ഒരു കോംപ്രഹെൻസീവ് തിയറി കൊണ്ടുവന്നിട്ടുള്ളത് ഇവർ രണ്ടുപേരുമാണ്. ഹെൻറി എ മ്യൂറി restated MC Dogg's list of instinct as a list of psychological needs. Murray's work was influential partially because he developed a popular techniques for assessing a person's motives. ഒരു പേഴ്സൻ്റെ മോട്ടീവ്സ് അസസ് ചെയ്യാനുള്ള ടെക്നിക്സും ഹെൻറി മ്യൂറി കൊണ്ടുവന്നിട്ടുണ്ട്. അബ്രഹാം മാസ്ലോ, he was one of the few psychologists who looked at human nature primarily from a motivational perspectives. ഒരു മോട്ടിവേഷണൽ പേഴ്സ്പെക്റ്റീവ്സിൽ ഹ്യൂമൻ നേച്ചറിനെ നോക്കിക്കണ്ടത് അബ്രഹാം മാസ്ലോ ആണ്. He made the important point that we are creatures of desires who always want something. നമ്മളെല്ലാവരും ആഗ്രഹമുള്ള ആളുകളാണ്, നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വേണം എന്നുള്ള ആളുകളാണ് എല്ലാവരും എന്നാണ് പറയുന്നത്. മോട്ടിവേഷൻ ആസ് എ സ്റ്റേറ്റ് ഓഫ് ദ ഓർഗാനിസം വിച്ച് ഇൻവോൾവ്സ് ദ എക്സിസ്റ്റൻസ് ഓഫ് എ നീഡ് that moves the organism and direct the activities to goal that can bring about the satisfaction. നമ്മളെല്ലാവരും മനുഷ്യന്മാർ, നമ്മൾ ആഗ്രഹങ്ങളുള്ള മനുഷ്യന്മാരാണ്. ഈ ആഗ്രഹങ്ങളാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ പ്രേരിപ്പിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മാത്രമേ ആ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന ആ സ്റ്റേറ്റിലേക്ക് മനുഷ്യർക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് നമ്മളൊന്ന് കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പറയാവുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മോട്ടിവേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ടൈപ്സ് ഓഫ് മോട്ടിവേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ എന്താണെന്നുള്ളത് എഴുതി വയ്ക്കുക. അതുപോലെ തന്നെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും ഇമ്പോർട്ടൻസും എഴുതി വയ്ക്കുക. പിന്നെ മോട്ടിവേഷൻ്റെ റോള്, ലേണിങ്ങിൽ മോട്ടിവേഷൻ്റെ റോൾ, അത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. പിന്നെ എവിടെ നിങ്ങൾക്ക് എഴുതി വയ്ക്കാൻ പറ്റുന്നത് പിന്നെ ഡെഫിനിഷനാണ്. മോട്ടിവേഷൻ്റെ ഡെഫിനിഷനും മീനിങ്ങും എഴുതി വയ്ക്കുക, ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചു. അപ്പോൾ അത്രയുള്ള കാര്യങ്ങൾ, വളരെ സിമ്പിൾ ചാപ്റ്ററാണ്. താങ്ക് യു.